Check defrosting system and antifreeze thermostat. ഹലോ, എൻ്റെ പേര് ഷീന. ഇന്നത്തെ സെഷന് വേണ്ടി നിങ്ങൾ എല്ലാവരും ആവേശഭരിതരാണെന്ന് ഞാൻ കരുതുന്നു. ഈ മോഡ്യൂളിൽ ഡീഫ്രോസ്റ്റിംഗ് സിസ്റ്റവും ആന്റിഫ്രീസ് തെർമോസ്റ്റാറ്റും എങ്ങനെ പരിശോധിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. പരിശീലനത്തിന്റെ അവസാനം ഈ പറയുന്നവ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വാട്ടർ ഡീഫ്രോസ്റ്റ് സിസ്റ്റം പരിശോധിക്കുക. വാട്ടർ ഡീഫ്രോസ്റ്റ് സിസ്റ്റം സർവീസ് ചെയ്യുവാൻ ആന്റിഫ്രീസ് തെർമോസ്റ്റാറ്റും ഡീഫ്രോസ്റ്റിന് ശേഷം യൂണിറ്റിന്റെ പ്രകടനവും പരിശോധിക്കുക. ഇപ്പോൾ ഈ പരിശീലനം ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ, മെറ്റീരിയലുകൾ, സാമഗ്രികൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമായ ടൂളുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റുകൾ: ഡബിൾ എൻഡ് സ്പാനർ ഒരു സെറ്റ്, 250 mm നീളമുള്ള അഡ്ജസ്റ്റബിൾ റെഞ്ച് ഒരെണ്ണം, ടിപ്പ് നീളം 200 mm കൂടിയ 10 mm സ്ക്രൂ ഡ്രൈവർ ഒരെണ്ണം, 150 mm സ്ക്രൈബർ ഒരെണ്ണം, മാലറ്റ് ഒരെണ്ണം, സീരീസ് ടെസ്റ്റ് ലാമ്പ് ഒരെണ്ണം. ആവശ്യമായ എക്യുപ്മെന്റുകൾ: വാട്ടറോട് കൂടിയ കോൾഡ് സ്റ്റോറേജ് പ്ലാന്റ് കപ്പാസിറ്റി 5 TR, ഡീഫ്രോസ്റ്റ് സിസ്റ്റം ആൻഡ് ആന്റിഫ്രീസ് തെർമോസ്റ്റാറ്റ് ഒരെണ്ണം. ആവശ്യമുള്ള വസ്തുക്കൾ: വൃത്തിയുള്ള തുണി ആവശ്യാനുസരണം, ടൈഫ്ലോൺ ടേപ്പ് ഒരു റോൾ. ഒരു റെഫ്രിജറേറ്ററിൽ ശരിയായി പ്രവർത്തിക്കുന്ന മഞ്ഞരഹിത സംവിധാനം തടസ്സങ്ങളില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഡീഫ്രോസ്റ്റ് സിസ്റ്റത്തിന്റെ സെന്റർ പോയിന്റ് ഡീഫ്രോസ്റ്റ് കൺട്രോൾ ആണ്. സാധാരണഗതിയിൽ ഇതൊരു മെക്കാനിക്കൽ ഡീഫ്രോസ്റ്റ് ടൈമർ ആണ്. നിരവധി ഇലക്ട്രോ കെമിക്കൽ കോൺടാക്റ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു മോട്ടോർ പ്രവർത്തിക്കുന്ന ഉപകരണം. വീട്ടുപകരണങ്ങൾ മുതൽ വലിയ തോതിലുള്ള വ്യാവസായിക കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ വരെയുള്ള വിവിധ റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിൽ കാണപ്പെടുന്ന ഒരു സാധാരണ ഘടകങ്ങളാണ് ഡീഫ്രോസ്റ്റ് തെർമോസ്റ്റാറ്റുകൾ. ഇവാപറേഷനുകളിൽ ബാഷ്പകിരണങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അത് ഇൻസുലേഷനായി പ്രവർത്തിക്കുന്നു. അത് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കുന്നു. അനുചിതമായ താപനില അറ്റകുറ്റപ്പണികൾ കാരണം ഇത് പ്രവർത്തന ചെലവ് വർദ്ധിക്കുന്നതിനോ ഉൽപ്പന്നങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനോ ഇടയാക്കും. ഈ തെർമോസ്റ്റാറ്റുകൾ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ബാഷ്പീകരണങ്ങളിൽ ബാഷ്പകിരണങ്ങൾ രൂപപ്പെടുന്നത് തടയുക, അതുമായി ബന്ധപ്പെട്ട കാര്യക്ഷമതയില്ലായ്മ ഒഴിവാക്കുക എന്നതാണ് അവരുടെ പങ്ക്. ബാഷ്പീകരണത്തിന്റെ താപനില വർദ്ധിപ്പിക്കുന്നതിനും മഞ്ഞ് ഉരുകുന്നതിനും ഒരു ഇലക്ട്രിക്കൽ ഹീറ്റ് എലമെന്റ് അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസ് വാൽവ് സജീവമാക്കുന്നതിലൂടെ ഇവ വളരെ സാധ്യമാക്കുന്നു. ഏത് റെഫ്രിജറേഷൻ പ്രക്രിയയിലും ബാഷ്പീകരണത്തിൽ ഘനീഭവിക്കുകയും താപനില ആവശ്യത്തിന് കുറവാണെങ്കിൽ മരവിപ്പിക്കുകയും ചെയ്യും. ഇത് മഞ്ഞുപാളി ഇവാപറേഷൻ പൈപ്പുകളെ ഇൻസുലേറ്റ് ചെയ്യുകയും താപ കൈമാറ്റത്തെ തടസ്സപ്പെടുത്തുകയും ആവശ്യമുള്ള താപനില നിലനിർത്താൻ കൂടുതൽ കഠിനമായി പ്രവർത്തിക്കാൻ സിസ്റ്റത്തെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. തൽഫലമായി ഉൽപ്പന്നങ്ങൾ വേണ്ടത്ര തണുപ്പിച്ചേക്കില്ല. ഇത് കേടായ ഇനങ്ങളിൽ നിന്നും നഷ്ടം അല്ലെങ്കിൽ വർദ്ധിച്ച ഊർജ്ജ ഉപഭോഗത്തിലേക്ക് നയിക്കുന്നു. ഇത് പ്രവർത്തന ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു. ഡീഫ്രോസ്റ്റ് തെർമോസ്റ്റാറ്റുകൾ ഇടയ്ക്കിടെ ഇവോപ്പറേഷനിലെ ബാഷ്പകിരണങ്ങൾ ഉരുക്കിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. പരിസ്ഥിതിയിൽ ഈർപ്പത്തിന്റെ അളവ് കുറവാണെന്ന് ഉറപ്പാക്കുന്നു. പ്രവർത്തനപരമായി ഡീഫ്രോസ്റ്റ് തെർമോസ്റ്റാറ്റുകൾ ഒരു നിയന്ത്രണ ലൂപ്പിനുള്ളിൽ പ്രവർത്തിക്കുന്നു. ഒരു പ്രത്യേക വേരിയബിളിനെ നിരീക്ഷിക്കുകയും ആ വേരിയബിൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പരിധിയിൽ എത്തുമ്പോൾ ചൂടാക്കൽ ഘടകം സജീവമാക്കുകയും ചെയ്യുന്നു. ഈ വേരിയബിൾ സമയ ഇടവേളകൾ, ബാഷ്പീകരണ താപനില അല്ലെങ്കിൽ ബാഷ്പകിരണങ്ങളുടെ കനം എന്നിവ കൊണ്ടും ആകാം. നിർദ്ദിഷ്ട പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് കംപ്രസർ അടച്ചുപൂട്ടുകയും ബാധകമാണെങ്കിൽ ചൂടാക്കൽ ഘടകം സജീവമാക്കുകയും ചെയ്യുന്നു. കൂടാതെ പീക്ക് എഫിഷ്യൻസി പുനഃസ്ഥാപിച്ചാൽ അനാവശ്യ ഊർജ്ജ ഉപഭോഗം തടയുന്നതോടെ ഹീറ്റിംഗ് എലമെന്റിനെ വിച്ഛേദിക്കാൻ തെർമോസ്റ്റാറ്റ് രണ്ടാമത്തെ സെറ്റ് പോയിന്റ് ഉണ്ട്. ഓരോ കോൺടാക്റ്റും അടിസ്ഥാന ലൈറ്റ് സ്വിച്ചായി കരുതുക. ലൈറ്റുകൾ നിയന്ത്രിക്കുന്നതിന് പകരം ഒരു സ്വിച്ച് ഡീഫ്രോസ്റ്റ് ഹീറ്റർ സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്നു, മറ്റൊന്ന് കൂളിംഗ് സിസ്റ്റത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു. ഒന്ന് സജീവമാകുമ്പോൾ മറ്റൊന്ന് പ്രവർത്തനരഹിതമാകുന്നു. ടൈമറിലെ ഒരു മോട്ടറൈസ്ഡ് ക്യാമറ ഈ കോൺടാക്റ്റുകൾ മുൻകൂട്ടി നിശ്ചയിച്ച ഇടവേളകളിൽ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നു. ഇതിന് 2 പ്രവർത്തന ചക്രങ്ങളുണ്ട്. തണുപ്പിക്കൽ ചക്രം: തണുപ്പിക്കൽ ഘട്ടത്തിൽ ഡീഫ്രോസ്റ്റ് ടൈമർ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് കംപ്രസർ സർക്യൂട്ടിലെ ഒരു കോൺടാക്റ്റ് അടയ്ക്കുന്നു. അതേസമയം ഡീഫ്രോസ്റ്റ് ഹീറ്ററിലേക്കുള്ള സർക്യൂട്ട് തുറന്നിരിക്കുന്നു. ഈ മോഡിൽ തെർമോസ്റ്റാറ്റ് കംപ്രസറിനെയും ഫാൻ മോട്ടോറുകളെയും നിയന്ത്രിക്കുന്നു. ആവശ്യമുള്ള താപനില നിലനിർത്താൻ അവയെ സൈക്കിൾ ചെയ്ത് ഓണും ഓഫും ചെയ്യുന്നു. ഡീഫ്രോസ്റ്റ് സൈക്കിൾ: ഡീഫ്രോസ്റ്റ് ടൈമർ ഒടുവിൽ ഡീഫ്രോസ്റ്റ് മോഡിലേക്ക് മാറുകയും
ഇവാപ്പറേഷൻ കോയിലിൽ അടിഞ്ഞുകൂടിയ മഞ്ഞുരുകാൻ ഡീഫ്രോസ്റ്റ് ഹീറ്ററിന് പവർ നൽകുകയും ചെയ്യുന്നു. കോൾഡ് കൺട്രോൾ കോൺടാക്റ്റുകൾ അടഞ്ഞ നിലയിലാണ്. പക്ഷേ ഡീഫ്രോസ്റ്റ് ടൈമർ ആ സർക്യൂട്ടിലേക്ക് പവർ നൽകാത്തതിനാൽ കംപ്രസർ പ്രവർത്തിക്കുന്നില്ല. ഡീഫ്രോസ്റ്റ് ടെർമിനേഷൻ തെർമോസ്റ്റാറ്റ് ഒരു സെറ്റ് താപനില മനസ്സിലാക്കിയാൽ അത് ഡീഫ്രോസ്റ്റ് ഹീറ്ററുകളിലേക്ക് സർക്യൂട്ട് തുറക്കുകയും അവ അടയ്ക്കുകയും ചെയ്യുന്നു. ടൈമർ കൂളിംഗ് മോഡിലേക്ക് തിരികെ പോകുന്നതുവരെ ടൈമർ ഡീഫ്രോസ്റ്റ് സൈക്കിളിൽ തുടരും. ലിമിറ്റ് സ്വിച്ച് തുറന്നിരിക്കുന്നതിനാൽ സൈക്കിളിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഹീറ്ററുകൾ മേലിൽ ഓണായിരിക്കില്ല. വിവിധ ഉപയോഗത്തിലുടനീളം ഇത് ബാധകമാണ്. അവിടെ സിസ്റ്റത്തിൽ ഒരു നിർദ്ദിഷ്ട താപനില പരിധി നിലനിർത്തുന്നത് നിയുക്ത സുരക്ഷാ നിലയ്ക്ക് താഴെയാകുന്നത് തടയാൻ അത്യന്താപേക്ഷിതമാണ്. കൂടാതെ സെൻസർ ഘട്ടത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റ് ഓട്ടോമാറ്റിക് പരിരക്ഷ നൽകുന്നു. ഈ വ്യായാമത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വാട്ടർ ഡീഫ്രോസ്റ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക് ഡിഫ്രോസ്റ്റിന്റെ വ്യതിയാനങ്ങളിൽ ഒന്നാണ്. ഹോട്ട് ഗ്യാസ് ഡീഫ്രോസ്റ്റ്. ഈ രീതി ഡീഫ്രോസ്റ്റ് സൈക്കിളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചൂടുള്ള ഡിസ്ചാർജ് നീരാവി ഉപയോഗിച്ച് റെഫ്രിജറേറ്ററിനെ ഉരുക്കുന്നു. കാര്യക്ഷമത, വിശ്വാസ്യത, സുരക്ഷ, യാന്ത്രിക പ്രവർത്തനം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. മറ്റ് രീതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് സമയമെടുക്കുന്നു. ഡീഫ്രോസ്റ്റിംഗ് സമയത്ത് ഇവാപ്പറേഷൻ ഒരു കണ്ടൻസറായി പ്രവർത്തിക്കുന്നു. സാധാരണ റെഫ്രിജറേഷൻ സൈക്കിളിൽ കംപ്രസർ വഴി കണ്ടൻസറിലേക്ക് പോകുന്ന ചൂടുള്ള വായു ഐസ് അടിഞ്ഞുകൂടിയ ഇവാപ്പറേഷനിലേക്ക് തിരിച്ചുവിടുന്നു. ഹോട്ട് ഗ്യാസ് ഡീഫ്രോസ്റ്റ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന് കണ്ടൻസറും എക്സ്പാൻഷൻ വാൽവും ബൈപ്പാസ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ലൈൻ സഹിതം മർദ്ദത്തിനും ഗ്യാസ് ഫ്ലോ നിയന്ത്രണത്തിനും അധിക വാൽവുകൾ ആവശ്യമാണ്. വാട്ടർ ഡീഫ്രോസ്റ്റ്. ഈ സിസ്റ്റം ഇവാപ്പറേഷനിൽ അടിഞ്ഞുകൂടിയ ഐസ് ഇല്ലാതാക്കാൻ വെള്ളം ഉപയോഗിക്കുന്നു. ഇത് സിസ്റ്റത്തെ ആശ്രയിച്ച് സ്വയമേവ അല്ലെങ്കിൽ സ്വമേധയാ ഉപയോഗിക്കുന്നു. വ്യാവസായിക റെഫ്രിജറേഷൻ സജ്ജീകരണങ്ങളിൽ ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. കുറഞ്ഞ താപനിലയുള്ള റെഫ്രിജറേറ്ററുകളിൽ വാട്ടർ ഡീഫ്രോസ്റ്റ് സംവിധാനം ഐസ് ബിൽഡപ്പിലേക്ക് നേരിട്ട് ചൂട് പ്രയോഗിക്കുന്നു. ഉരുകിയ ഐസും വെള്ളവും ബാഷ്പീകരണത്തിനായി ഒരു പാനിൽ ഒഴിക്കുക. ഇലക്ട്രിക് ഡീഫ്രോസ്റ്റ്. ബാഷ്പീകരണ കോയിലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഹീറ്റിംഗിൽ ഘടകങ്ങൾ ഇലക്ട്രിക് ഡീഫ്രോസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നു. താപനില ഗണ്യമായി കുറയുന്ന തണുത്ത മുറികളിലാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഫലപ്രദമാണെങ്കിലും ഇലക്ട്രിക്കൽ ഡീഫ്രോസ്റ്റ് സംവിധാനങ്ങൾ ഐസ് ഉരുകാൻ കൂടുതൽ സമയമെടുത്തേക്കാം, കാരണം താപത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇവാപ്പറേഷനിലേക്ക് നയിക്കപ്പെടുന്നില്ല. ഓഫ് സൈക്കിൾ ഡീഫ്രോസ്റ്റ്. ഓഫ് സൈക്കിൾ ഡീഫ്രോസ്റ്റിൽ റെഫ്രിജറന്റ് ഇവാപ്പറേഷനിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ റെഫ്രിജറേഷൻ സൈക്കിൾ താൽക്കാലികമായി നിർത്തുന്നു. ഇത് ഇവാപ്പറേഷന്റെ താപനില ഉയരുന്നതിന് കാരണമാകുകയും ഐസ് ബിൽഡപ്പ് ഉരുക്കുകയും ചെയ്യുന്നു. ഡീഫ്രോസ്റ്റ് സൈക്കിൾ അവസാനിച്ചു കഴിഞ്ഞാൽ റെഫ്രിജറേഷൻ സൈക്കിൾ പുനരാരംഭിക്കും. ഒരു ഫാക്ടറി സെറ്റ് ടൈമർ മുഖേന ഓഫ് സൈക്കിൾ ഡീഫ്രോസ്റ്ററിന്റെ ദൈർഘ്യം മുൻകൂട്ടി ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ വാട്ടർ ഡീഫ്രോസ്റ്റ് സിസ്റ്റം എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. നടപടിക്രമം. ടാസ്ക് 1. വാട്ടർ ഡീഫ്രോസ്റ്റ് സിസ്റ്റം പരിശോധിക്കുക. യൂണിറ്റിന് ഒരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ ഡീഫ്രോസ്റ്റ് സിസ്റ്റം ഉണ്ടോ എന്ന് നിർണ്ണയിക്കുക. ഡീഫ്രോസ്റ്റിംഗ് ആവശ്യമാണോ എന്ന് തീരുമാനിക്കാൻ ബാഷ്പീകരണ കോയിലിലെ ഐസിന്റെ കനം വിലയിരുത്തുക. കംപ്രഷർ സെക്ഷൻ, ഡിസ്ചാർജ് മർദ്ദം, അതുപോലെ തണുത്ത സംഭരണ മുറിയിലെ താപനില എന്നിവ രേഖപ്പെടുത്തുക. പ്രവർത്തനരഹിതമായ സമയപരിമിതികൾ കണക്കിലെടുത്ത് യൂണിറ്റ് നിർത്തുന്നതിന് അനുമതി നേടുക. ഡീഫ്രോസ്റ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇൻസ്ട്രുമെന്റ് കണക്ഷനുകൾ പ്രവർത്തനരഹിതമാക്കുകയും എയർ സർക്കുലേഷൻ ബ്ലോവർ ഫാൻ നിർത്തുകയും ചെയ്യുക. ഇവോപ്പറേഷനായി നൽകിയിട്ടുണ്ടെങ്കിൽ ലൂവറുകൾ അല്ലെങ്കിൽ ഡാമ്പറുകൾ അടയ്ക്കുക. ഡീഫ്രോസ്റ്റ് വാട്ടർ സർക്കുലേറ്റിംഗ് വാൽവ് തുറക്കുക. ഡ്രെയിൻ വാൽവ് അടച്ച് സർക്കുലേഷൻ പമ്പ് ആരംഭിക്കുക. ശരിയായ ജലപ്രവേശം ഉറപ്പാക്കുകയും നോസൽ തടസ്സങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക. ടാസ്ക് 2. വാട്ടർ ഡീഫ്രോസ്റ്റ് സിസ്റ്റം സേവനം. ഡീഫ്രോസ്റ്റ് വാട്ടർ സർക്കുലേറ്റിംഗ് പമ്പ് നിർത്തുക. വാട്ടർ ഡ്രെയിൻ വാൽവ് തുറക്കുക. നോസിലുകൾ നീക്കം ചെയ്യാൻ ക്രമീകരിക്കാവുന്ന റെഞ്ചും ഡബിൾ എൻഡ് സ്പാനറുകളും ഉപയോഗിക്കുക. പമ്പ് ആരംഭിച്ച് കുറച്ച് മിനിറ്റ് വാട്ടർ ലൈൻ ഫ്ലഷ് ചെയ്യുക. അവശിഷ്ട തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ നോസിലുകളും ദ്വാരങ്ങളും നന്നായി വൃത്തിയാക്കുക. ഡ്രെയിൻ ട്രേയും ലൈനും വൃത്തിയാക്കി ഫ്രീ ഫ്ലോ ഉറപ്പാക്കുക. ലീപ്പ് തടയാൻ ടൈഫ്ലോൺ ടേപ്പ് ഉപയോഗിച്ച് നോസിലുകൾ സുരക്ഷിതമായി വീണ്ടും ഘടിപ്പിക്കുക.
വാട്ടർ സർക്കുലേഷൻ പമ്പ് പുനരാരംഭിച്ച് ബാഷ്പീകരണ കോയിലിൽ വാട്ടർ സ്പ്രേ പരിശോധിക്കുക. ഡീഫ്രോസ്റ്റിംഗിന് ശേഷം ലൈനുകൾക്കിടയിൽ എന്തെങ്കിലും ഐസ് ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ മൃദുവായി ടാപ്പ് ചെയ്യുക. ഡാമ്പറുകൾ അല്ലെങ്കിൽ ലൂവറുകൾ വൃത്തിയാക്കുക. ഐസ് പൂർണ്ണമായി ഒഴുകുന്നതുവരെ കാത്തിരിക്കുക. ടാസ്ക് 3. ആന്റി ഫ്രീസ് തെർമോസ്റ്റാറ്റും യൂണിറ്റിന്റെ പ്രകടനത്തിന് ശേഷമുള്ള പ്രവർത്തനവും വിലയിരുത്തുക. ആന്റി ഫ്രീസ് തെർമോസ്റ്റാറ്റ് വയറുകൾ വിച്ഛേദിക്കുക. ഒരു സീരീസ് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് അവയെ ബന്ധിപ്പിക്കുക. സ്വിച്ച് ഓണാക്കുക, ലാമ്പ് തെളിയിക്കുക. ശരിയായ പ്രവർത്തനം സ്ഥിരീകരിക്കാൻ വിളക്ക് ഓഫാക്കി വെക്കുക. ഓട്ടോമാറ്റിക് ഡീഫ്രോസ്റ്റ് ഇൻസ്ട്രുമെന്റ് കോൺടാക്റ്റുകൾ റീകണക്ട് ചെയ്യുക. എയർ സർക്കുലേഷൻ ബ്ലോവർ ഫാൻ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങൾ പാലിച്ച് യൂണിറ്റ് റീസ്റ്റാർട്ട് ചെയ്യുക. 2 മണിക്കൂറിന് ശേഷം കോൾഡ് സ്റ്റോറേജ് മുറിയിലെ താപനിലയും കംപ്രസർ മർദ്ദവും രേഖപ്പെടുത്തുക. പാരാമീറ്റർ റീഡിംഗുകൾ യൂണിറ്റ് പ്രകടനം വിലയിരുത്തുന്നതിന് സർവീസിന് മുമ്പും ശേഷവും താരതമ്യം ചെയ്യുക. നമ്മൾ ഈ പരിശീലനത്തിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് വാട്ടർ ഡീഫ്രോസ്റ്റ് സിസ്റ്റം പരിശോധിക്കുക, വാട്ടർ ഡീഫ്രോസ്റ്റ് സിസ്റ്റം സേവനം, ആന്റി ഫ്രീസ് തെർമോസ്റ്റാറ്റും ഡീഫ്രോസ്റ്റിനു ശേഷം യൂണിറ്റിന്റെ പ്രകടനവും പരിശോധിക്കുക. അതിനാൽ ഡീഫ്രോസ്റ്റിംഗ് സിസ്റ്റവും ആന്റി ഫ്രീസ് തെർമോസ്റ്റാറ്റും പരിശോധിക്കാൻ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ പരിശീലനം ചെയ്യുക. എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.